ഇറാൻ യുദ്ധം എന്നവസാനിക്കും? ഇപ്പോൾ ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം വീക്ഷിച്ചത്. ഇറാനുമായി ഏറെ അടുത്ത ബന്ധമുള്ള ചൈനയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. എന്നാൽ കുറെ കച്ചവട ഡീലുകൾ ഉറപ്പിച്ചതല്ലാതെ ചൈന സന്ദർശനം യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ കാര്യമായൊന്നും ചെയ്തില്ല. ഇപ്പോഴിതാ മുന്നറിയിപ്പുമായി വീണ്ടും ട്രംപ് എത്തിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ 5 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ പരീക്ഷണം തന്നെയാണ് US-നെയും ഇസ്രയേലിനെയും അസ്വസ്ഥരാക്കുന്നത് എന്ന് വ്യക്തം. ഈ 5 നിർദ്ദേശങ്ങൾ ഊന്നൽ നൽകുന്നതും ഇറാന്റെ ആണവ മേഖലയെയാണ്. ഇറാന്റെ പക്കലുള്ള 400 കിലോയോളം സമ്പുഷ്ട യുറേനിയം US-ന് കൈമാറണമെന്ന നിർദ്ദേശമാണ് 5-ൽ-1. രണ്ടാമത്തെ നിർദ്ദേശം ഇറാന്റെ ഒരു ആണവ കേന്ദ്രം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നതാണ്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുടെ 25% വിട്ടു നൽകില്ല എന്നതാണ് മൂന്നാമത്തെ നിർദ്ദേശം. നാലാമത്തെ നിർദ്ദേശം ഉപരോധവും യുദ്ധവും കാരണമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇറാന് നഷ്ടപരിഹാരം നൽകില്ല എന്നതാണ്. അഞ്ചാമത്തെ നിർദ്ദേശം പറയുന്നത് ചർച്ചയിലെ പുരോഗതി അനുസരിച്ച് മാത്രമേ വെടിനിർത്തൽ ഉണ്ടാവൂ എന്നാണ്. ഈ 5 നിർദ്ദേശങ്ങളാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. US-ന്റെ നിർദ്ദേശങ്ങളോട് ഇറാന്റെ പ്രതികരണം എന്താണ്? പതിവ് പോലെ ട്രംപിന്റെ വിരട്ടലിനോട് കൂളായി തന്നെയാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ട്രംപിന്റെ നിർദ്ദേശത്തിന് പകരമായി 5 നിർദ്ദേശങ്ങൾ ഇറാനും മുന്നോട്ട് വെച്ചെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ചർച്ച തുടരണമെങ്കിൽ ലെബനനിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. മരവിച്ച ആസ്തികൾ വിട്ടു നൽകണം, ഉപരോധങ്ങൾ പിൻവലിക്കണം, യുദ്ധവും ഉപരോധവും വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ നികത്തണം, ഹോർമുസിൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി US-ന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പതിവ് പോലെ ഇറാനെതിരെ വൻ ഭീഷണിയാണ് US പ്രസിഡന്റ് ഉയർത്തിയിരിക്കുന്നത്. സമയം അതിക്രമിക്കുന്നു, എത്രയും പെട്ടെന്ന് ഇറാൻ തീരുമാനം അറിയിക്കണം, ഇല്ലെങ്കിൽ ഇറാൻ ബാക്കിയുണ്ടാകില്ല എന്നൊക്കെയാണ് ട്രംപിന്റെ ഭീഷണി. ഈ ഭീഷണികളൊന്നും ഇറാന്റെ മുന്നിൽ നിലപ്പോവില്ല എന്നാണ് കഴിഞ്ഞകാല സംഭവങ്ങൾ കാണിച്ചു തന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ യുദ്ധം ഉടനെ അവസാനിക്കില്ല. ആണവ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഇറാൻ കോംപ്രമൈസിന് തയ്യാറല്ല. നിലവിലെ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാവില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ.